ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് കൂടുതൽ കുരുക്കിലേക്ക്. സ്വർണം പൂശാനായി ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന് തിരുവാഭരണ കമ്മീഷൻ ഓഫീസിലെ സൂപ്രണ്ട് നൽകിയ കർശന നിർദ്ദേശം പ്രശാന്തും സംഘവും അവഗണിച്ചതായി ക്രൈംബ്രാഞ്ച് SITയുടെ ഗുരുതരമായ കണ്ടെത്തൽ. തിരുവാഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും ക്ഷേത്രവളപ്പിൽ വെച്ചുതന്നെ നടപ്പിലാക്കണമെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞത്. ദേവസ്വം മാനുവൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് 2024 ഒക്ടോബറിലാണ് സൂപ്രണ്ട് ഈ മുന്നറിയിപ്പ് കത്ത് നൽകിയത്. എന്നാൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ നിർദ്ദേശം ഇവർ ചവറ്റുകുട്ടയിലെറിഞ്ഞത്. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ ബോർഡ് അംഗം A അജികുമാർ എന്നിവരെ കഴിഞ്ഞ ആഴ്ചയാണ് SIT ടീം പൊക്കിയത്. തട്ടിപ്പിൽ ഇരുവർക്കുമുള്ള പങ്കും ഗൂഢാലോചനയും വ്യക്തമായതോടെയായിരുന്നു ഈ കടുത്ത നടപടി. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ പ്ലാൻ. ഇതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. പ്രശാന്തിനെയും അജികുമാറിനെയും നേർക്കുനേർ ഇരുത്തി ചോദ്യം ചെയ്യുന്നതോടെ തട്ടിപ്പിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത്. അതിനിടെ കേസിൽ ദിവസം ചെല്ലുന്തോറും പുതിയ കണ്ടെത്തലുകൾ പുറത്തുവരുന്നതിനാൽ വിശദമായ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുമെന്നാണ് വിവരം. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ വലിയ തോതിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. ഇതിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണത്തിന്റെ വല വീശുമെന്നും റിപ്പോർട്ടുണ്ട്. പ്രശാന്തിനെയും അജികുമാറിനെയും ചോദ്യം ചെയ്ത ശേഷം ഇതിൽ പങ്കാളികളായ കൂടുതൽ പ്രമുഖരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. സ്വർണ്ണക്കൊള്ളക്കേസിലെ ഗൂഢാലോചനകളിൽ പ്രശാന്തും അജികുമാറും നേരിട്ട് പങ്കാളികളാണെന്നും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഗുരുതര വീഴ്ച വരുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. 2019 നടന്ന അപഹരണവും കുറ്റകൃത്യങ്ങളും മറച്ചുവെക്കാനാണ് ഇവർ ചേർന്ന് പുതിയ ബോർഡ് ഉത്തരവിറക്കിയത്. ശബരിമലയിലെ പുണ്യസ്വർണം അപഹരിക്കുന്നതിന് പ്രതികൾ വഴിവിട്ട് കൂട്ടുനിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് ഭണ്ഡാരിക്കും പണമുണ്ടാക്കാൻ വഴി തുറന്നുകൊടുത്തത് ഇവർ നൽകിയ ഒത്താശയാണ്. 2019 മോഷണം മറയ്ക്കാനാണ് 2025 വീണ്ടും സ്വർണം പൂശൽ നാടകം നടത്തിയത്. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച 12 പാളികളിൽ 4 എണ്ണത്തിൽ നിന്ന് വീണ്ടും സ്വർണം വേർതിരിച്ചെടുത്ത് തട്ടിയെടുത്തെന്നും SITയുടെ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് ഇതെന്നും തന്നെ കുടുക്കിയതാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചു വരുമെന്ന് പ്രശാന്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു പ്രതികരണം. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന CPI നേതാവ് അജികുമാറിനെയും കഴിഞ്ഞ ദിവസമാണ് SIT സംഘം അറസ്റ്റ് ചെയ്തത്. 2025 ഹൈക്കോടതി അനുമതിയില്ലാതെ ദ്വാരപാലക പാളികൾ സ്വർണം പൂശാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയാണ് അറസ്റ്റ് നടത്തിയത്. രാഷ്ട്രീയ സമ്മർദ്ദം മൂലം ഉടൻ അറസ്റ്റിലാകുമെന്ന് അന്നേ ദിവസം രാവിലെ തന്നെ പ്രശാന്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ശേഷമാണ് കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും.